സ്മാർട്ട്, റോക്സ്, ഷെൽ, ആമസോൺ, ജോൺ ഡീർ, പെപ്സി, മിൽക്ക, ഗ്യാപ്. എൻ്റെ പേര് രമ്യ ശ്യാം. ഞാൻ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. ഈ അടുത്തതായിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തു. ഇത് നേരത്തെ അച്ചീവ് ചെയ്തത് ഒരു ഓസ്ട്രേലിയൻ സിറ്റിസണാണ്, ലാറ ന്യൂനാൻ. ഇപ്പം ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്ന റെക്കോർഡെന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 116 ലോഗോസ്. അതായത് ഒരു സെക്കൻഡിൽ 2 എണ്ണം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് സ്ക്രീനിൽ വരുമ്പോൾ അത് കാണണം, ഞാനത് പറയണം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ഒരാളിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ പേര് ശ്രുതിയാണ്. ശ്രുതി റീസെൻ്റ്ലി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തു. അങ്ങനെ ശ്രുതിയുടെ അടുത്തുനിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റി. ഒരു വീഡിയോ ആക്സിഡൻ്റലി കാണാൻ വേണ്ടിയിട്ട് ഇടയായത്. ആ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓരോ ലോഗോസും ഇങ്ങനെ സ്ക്രീനിൽ പോകുന്നു. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർ ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ലോഗോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായിപ്പോയി. അങ്ങനെ ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്തത്. ചില ലോഗോസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു വിഷ്വൽ ട്രാപ്സ് പോലെ തന്നെ തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വേർഡ് പ്രസിൻ്റെ ലോഗോ, ഫോക്സ് വാഗൻ്റെ ലോഗോ, ഇതെല്ലാം ഒരു W എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ടൈം കിട്ടുകയാണെങ്കിൽ, അതായത് ഒരു സെക്കൻഡെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാവും ഇതാണ്. നമ്മൾ ചില ലോഗോസിൽ, ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സിൻ്റെ ലോഗോ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ ലോഗോയിൻ്റെയും ഒരു പാർട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലാണ് അത് പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സിൻ്റെ ലോഗോ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ മെർമെയ്ഡിനെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർ കണ്ടാൽ പെട്ടെന്ന് സ്റ്റാർബക്സ് എന്ന് പറയാൻ പറ്റണം. അത് എല്ലാ ലോഗോയിലും ചിലപ്പോൾ അത് നടന്നു വരില്ല. ആക്ച്വലി ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. നമ്മുടെ വീട്ടിലിരുന്നായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ തന്നെ ടൈമർ സെറ്റ് ചെയ്യും. നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആരുമില്ല. ബട്ട് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അവിടെ നമ്മൾ ഒരു ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടാണ് ഈ ഇവൻ്റ് നടത്തുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജഡ്ജസ് ഉണ്ട്. നമ്മൾ ജഡ്ജസാണ് ആക്ച്വലി ഈ കംപ്ലീറ്റ് ഇവൻറ്റും ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നത് ജഡ്ജസാണ്. ഇവൻറ്റിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് യോഗ, മെഡിറ്റേഷൻ, പിന്നെ മെയിനായിട്ടും ബ്രീതിങ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അതായത് 4x4 ടെക്നിക്ക്. അതായത് ഫസ്റ്റ് 4 സെക്കൻഡ്സ് നമ്മൾ ബ്രീത് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ്സ് എക്സ്ഹെയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ബ്രീതിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ മാക്സിമം 1 മിനിറ്റിൽ നമ്മൾ മാക്സിമം ലോഗോസ് പറയുക. ഹസ്ബൻഡിനും മോനും മാത്രമാണ് അറിയാമായിരുന്നത്. ബാക്കി എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹ്യൂജ് സർപ്രൈസ് തന്നെയായിരുന്നു. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് എനിക്ക് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ലാപ്ടോപ്പ് ടച്ച് ചെയ്തുകൂടാ. അതായത് ലാപ്ടോപ്പ് തൊടുകയോ അത് കൺട്രോൾ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കണം ആക്ച്വലി അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ അപ്രോച്ച് ചെയ്യുകയും തേർഡ് പേഴ്സണായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ പേരായിരുന്നു സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം, ലൈക്ക് ലോഗോസ് ചേഞ്ച് ചെയ്യുന്നതെല്ലാം. അപ്പോൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്പീഡും പേസും ഒക്കെ പുള്ളിക്ക് അറിയാം. സോ അങ്ങനെ ഒരു പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു.